എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നാളെ നടക്കുന്ന NMMS പരീക്ഷ എഴുതുന്ന എൻ്റെ എല്ലാ കൊച്ചു കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി വിജയാശംസകൾ. ഈ വീഡിയോയിൽ എങ്ങനെ ഒരു OMR ഷീറ്റ് പൂരിപ്പിക്കാമെന്ന് വളരെ വിശദമായി നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് NMMS പരീക്ഷയുടെ OMR ഷീറ്റാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ടാകും, സ്റ്റേറ്റ് ലെവൽ NMMS എക്സാമിനേഷൻ 2020. ഇത് കഴിഞ്ഞ വർഷത്തേതാണ്. ഇത് മാറ്റിൻ്റെ OMR ഷീറ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സാറ്റിൻ്റെ OMR ഷീറ്റും ഇതുപോലെ തന്നെ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രക്ഷൻ തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇൻസ്ട്രക്ഷൻ? മാർക്ക് ഷുഡ് ബി ഡാർക്ക് ആൻഡ് കംപ്ലീറ്റ്ലി fill in the appropriate circle. Mark the circle corresponding to one alternative out of 1, 2, 3, 4 which you think is correct answer to an item given in the test booklet as per example. അപ്പോൾ 4 ഓപ്ഷനാണ് ഉണ്ടാവുക. ആ 4 ഓപ്ഷനുകളിൽ ഏറ്റവും നന്നായിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ഉത്തരം നന്നായിട്ട് ബബിൾ ചെയ്യുക. അപ്പോൾ ഇവിടെ കറക്റ്റ് മെത്തേഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ബബിൾ നന്നായിട്ട് കറുപ്പിക്കുക. അത് യൂസ് ഓൺലി ബ്ലൂ ഓർ ബ്ലാക്ക് ബോൾ പോയിന്റ് പെൻ ടു ഫിൽ ദി OMR ഷീറ്റ്. അതായത് OMR ഷീറ്റ് പൂരിപ്പിക്കുന്നത് ബ്ലൂ അല്ലെങ്കിൽ ബ്ലാക്ക് ബോൾ പെൻ ഉപയോഗിച്ചിട്ടായിരിക്കണം. അപ്പോൾ ഇവിടെ റോങ് ആയിട്ടുള്ള മെത്തേഡുകളൊക്കെ തന്നിട്ടുണ്ട് അല്ലേ? ക്രോസ് ചെയ്യുന്നത് റോങ് ആണ്, ഒറ്റ സിംഗിൾ സ്ട്രൈക്ക് ചെയ്യുന്നത് തെറ്റാണ്, ആ സർക്കിളിൻ്റെ മേലെ കൂടെ ഓവർഡ്രോ ചെയ്യുന്നത് തെറ്റാണ്, അവിടെ ഒരു പോയിന്റ് ചെയ്യുന്നത് തെറ്റാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? കറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ആ ബബിള് മുഴുവനായിട്ട് ഫില്ല് ചെയ്യുക അല്ലേ? ബ്ലൂ ഓർ ബ്ലാക്ക് ബോൾ പോയിന്റ് പെൻ ഉപയോഗിച്ചുകൊണ്ട് അത് ഫില്ല് ചെയ്യുക. ഇനി there should be no stray mark on the sheet or on the barcode. ഈ OMR ഷീറ്റിലോ ബാർകോഡിലോ നിങ്ങൾ ഒരു മാർക്കും വേറെ വരുത്തരുത്. അതായത് ചെളിയോ അതായത് പേനയുടെ മഷിയോ ഒന്നും ആക്കരുത്. ഡാർക്കൻ ഓൺലി 1 സർക്കിൾ ഫോർ എവറി ക്വസ്റ്റ്യൻ. എല്ലാ ക്വസ്റ്റ്യനും ഒരു ബബിള്, അതായത് ഒരു സർക്കിൾ മാത്രമേ നിങ്ങൾ ബബിൾ ചെയ്യാൻ പാടുള്ളൂ. ഡു നോട്ട് ഫോൾഡ് ഓർ ഡാമേജ് ദ ഷീറ്റ്. ഈ ഷീറ്റ് മടക്കുന്നതിനോ കേടുവരുത്തുന്നതോ പാടില്ല. ഓൾ ഐറ്റംസ് ക്യാരി 1 മാർക്ക് ഈച്ച്. എല്ലാ ചോദ്യത്തിനും ഓരോ മാർക്ക് വീതമാണ് ഉള്ളത്. ഡു നോട്ട് യൂസ് എ വൈറ്റ്നർ എനിവേ ഓൺ ദ ആൻസർ ഷീറ്റ്. വൈറ്റ്നർ ഉപയോഗിച്ചുകൊണ്ട് ആൻസർ ഷീറ്റിൽ മാർക്ക് ചെയ്യാൻ പാടില്ല. ആൻസർ ഓൾ ദി ക്വസ്റ്റ്യൻ. എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യുക. നമുക്കറിയാം NMMS പരീക്ഷയ്ക്ക് എന്തില്ല? നെഗറ്റീവ് മാർക്കില്ല. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ വിശദമായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നെഗറ്റീവ് മാർക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാ ചോദ്യത്തിനും ഉത്തരം എഴുതാവുന്നതാണ്. ചോദ്യത്തിന് ഉത്തരം നഷ്ടപ്പെടില്ല. ഇനി ഇവിടെ തന്നിട്ടുണ്ട് ആൽഫ കോഡ്. 4 ആൽഫ കോഡിലാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഉള്ളത്, ABCD. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കിട്ടിയ ആൽഫ കോഡ് ഇവിടെ എഴുതുക. ഇവിടെ ആൽഫ കോഡ് എഴുതുന്നതിന് ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. ആ ബോക്സിൽ എന്ത് എഴുതുക? നിങ്ങളുടെ ആൽഫ കോഡ് എഴുതുക. ഇപ്പോൾ A എന്നാണ് ആൽഫ കോഡെങ്കിൽ A എന്ന് എഴുതുക ഇവിടെ. അതിനുശേഷം A എന്ന് കാണുന്ന ഈ ബബിൾ എന്ത് ചെയ്യുക? ഫുള്ളായിട്ട് ബബിൾ ചെയ്യുക. അതായത് ബ്ലൂ അല്ലെങ്കിൽ ബ്ലാക്ക് ബോൾ പോയിന്റ് പേന ഉപയോഗിച്ചുകൊണ്ട് ഈ A എന്നുള്ള കോളം മുഴുവനായിട്ട് ബബിൾ ചെയ്യുക. ഇനി ആൽഫ കോഡ് B ആണെങ്കിലോ ഈ ബോക്സിൽ B എന്ന് എഴുതിയിട്ട് ഈ B എന്ന സർക്കിൾ പൂർണ്ണമായും ബബിൾ ചെയ്യുക. അതുപോലെ C ആണെങ്കിലോ ആൽഫ കോഡ് C ആണെങ്കിൽ ഈ ബോക്സിൽ C എന്ന് എഴുതിയിട്ട് ഈ സർക്കിൾ എന്ത് ചെയ്യുക? പൂർണ്ണമായും ബബിൾ ചെയ്യുക. അതുപോലെ ആൽഫ കോഡ് D ആണെങ്കിൽ ഈ ബോക്സിൽ D എന്ന് എഴുതി ഈ സർക്കിൾ പൂർണ്ണമായും ബബിൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആൽഫ കോഡ് നിങ്ങളുടെ എക്സാമിനേഷൻ സെൻറ്റർ, നിങ്ങളെ ക്ലാസ് റൂമിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് മനസ്സിലാക്കാം. നിങ്ങളുടെ ഡെസ്കിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പറിൻ്റെ തൊട്ട് താഴെയായിട്ട് ഈ ആൽഫ കോഡ് എഴുതിയിട്ടുണ്ടാകും. അപ്പോൾ ആ ആൽഫ കോഡുള്ള ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. അതൊക്കെ നിങ്ങൾക്ക് ഇൻവിജിലേറ്റർ പറഞ്ഞു തരും. നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട കാര്യമില്ല. ആൽഫ കോഡ് നിങ്ങളുടെ ഡെസ്കിൻ്റെ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത്, അത് രജിസ്റ്റർ നമ്പറിൻ്റെ കൂടെ നിങ്ങളുടെ ആൽഫ കോഡ് തന്നിട്ടുണ്ടാകും. ആ ആൽഫ കോഡ് ഉള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് നിങ്ങൾ വാങ്ങേണ്ടത്. ആ ആൽഫ കോഡാണ് ഇവിടെ നിങ്ങൾ എഴുതേണ്ടതും. അതിനുശേഷം അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സർക്കിൾ ബബിൾ ചെയ്യുകയും വേണം. ഇനി നിങ്ങളിവിടെ ജെൻഡറാണ്, മെയിൽ ഓർ ഫീമെയിൽ തന്നിട്ടുണ്ട്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സർക്കിൾ എന്ത് ചെയ്യണം? നിങ്ങൾ ബബിൾ ചെയ്യണം. ഇനി റോൾ നമ്പറാണ്. ഇവിടെ റോൾ നമ്പർ എഴുതാനുള്ള കോളമാണ് ഇവിടെ ഉള്ളത്. അതിന് റോൾ നമ്പർ നിങ്ങൾ ഇവിടെ എഴുതുക. ഓരോ ബോക്സിലും ഓരോ ഡിജിറ്റാണ് എഴുതേണ്ടത്.
അല്ലേ? ഓരോ ഡിജിറ്റ് നിങ്ങൾ എഴുതുക. അതിനുശേഷം അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള, ഇപ്പോൾ ഇവിടെ 1 എഴുതിയതെങ്കിൽ 1 എന്ന സർക്കിൾ ബബിൾ ചെയ്യണം. ഇവിടെ 2 എഴുതിയതെങ്കിലോ 2 എന്ന സർക്കിൾ ബബിൾ ചെയ്യണം. ഇവിടെ 3 എഴുതിയതെങ്കിൽ 3 എന്ന സർക്കിൾ ബബിൾ ചെയ്യണം. അങ്ങനെ ഇത് മുഴുവനായിട്ടും ബബിൾ ചെയ്യുക. മനസ്സിലായോ പറഞ്ഞത്? അതായത് നിങ്ങളുടെ റോൾ നമ്പർ ഇവിടെ എഴുതുക. റോൾ നമ്പർ ഓരോ ബോക്സിലും ഓരോ ഡിജിറ്റാണ് എഴുതേണ്ടത്. അങ്ങനെ എഴുതിയതിന് ശേഷം ഏത് ഡിജിറ്റാണോ ഇവിടെ എഴുതിയത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബബിൾ ഇവിടെ എന്ത് ചെയ്യുക, ഈ സർക്കിൾ എന്ത് ചെയ്യുക, ബബിൾ ചെയ്യുക. ഓക്കെ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സർക്കിൾ ഇവിടെ ബബിൾ ചെയ്യണം. അപ്പോൾ റോൾ നമ്പർ എന്നുള്ള പാർട്ടും റെഡിയായി. ഇത്രയേ ഉള്ളൂ നിങ്ങൾ എന്ത് ചെയ്യാൻ, NMMSൻ്റെ ആദ്യത്തെ അരമണിക്കൂർ, ആ പരീക്ഷയ്ക്ക് ആദ്യത്തെ അരമണിക്കൂർ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഇനി പരീക്ഷ തുടങ്ങുന്ന സമയത്ത് ആണ് ഇവിടെ നോക്കുക, ഈ OMR ഷീറ്റിന് തൊട്ട് താഴെയായിട്ട് ഇവിടെയാണ് നിങ്ങൾ ആൻസർ എഴുതേണ്ടത്. കണ്ടോ നിങ്ങൾ? ഇവിടെ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം, സിഗ്നേച്ചർ ഓഫ് ദി കാൻഡിഡേറ്റ്. ഇവിടെ നിങ്ങൾ സിഗ്നേച്ചർ സൈൻ ചെയ്യണം കേട്ടോ. നിങ്ങൾ ഒപ്പ് ഇവിടെ ഇടണം. ഇവിടെ സെൻറ്റർ സൂപ്രണ്ടൻ്റ് ആണ് എഴുതേണ്ടത്, അവിടുത്തെ HM ആണ് എഴുതേണ്ടത്. ഇവിടെ നിങ്ങൾ ഇൻവിജിലേറ്റർ, നിങ്ങളെ ക്ലാസ്സിൽ വന്ന അധ്യാപകൻ ഇവിടെ ഒപ്പിടും. അപ്പോൾ ഇവിടെയാണ് നിങ്ങൾക്ക് ഒപ്പിടാനുള്ള സ്ഥലം, അത് മറക്കരുത്. NMMS പരീക്ഷയുടെ OMR ഷീറ്റിൻ്റെ സ്പെസിമെൻ കോപ്പിയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഒരു ബ്ലാക്ക് അല്ലെങ്കിൽ ബ്ലൂ ബോൾ പോയിന്റ് പെൻ ഉപയോഗിച്ചാണ് ഇത് പൂരിപ്പിക്കേണ്ടത്. അപ്പോൾ ആദ്യമായി നമ്മൾ പൂരിപ്പിക്കേണ്ടത് ആൽഫ കോഡാണ്. അപ്പോൾ നമ്മുടെ ആൽഫ കോഡ് പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ ഡെസ്കിൽ എഴുതിയിട്ടുണ്ടാകും. അപ്പോൾ ഇവിടെ ആൽഫ കോഡ് A ആണ്. അപ്പോൾ A എന്ന് ആ ബോക്സിൽ എഴുതുകയും അതിന് താഴെയുള്ള സർക്കിൾ, അതായത് Aക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സർക്കിൾ ഞാൻ ബബിൾ ചെയ്യുകയും ചെയ്തു. അടുത്തതായി ജെൻഡർ, മെയിൽ ആണെങ്കിൽ മെയിലിൻ്റെ അവിടെ ബബിൾ ചെയ്യുക. അതുപോലെ ഫീമെയിൽ ആണെങ്കിൽ ഫീമെയിലിൻ്റെ ആ സർക്കിൾ ബബിൾ ചെയ്യുക. അടുത്തതായി റോൾ നമ്പറാണ് നമുക്ക് എഴുതേണ്ടത്. ഓരോ ബോക്സിലും ഓരോ ഡിജിറ്റാണ് എഴുതേണ്ടത്. അപ്പോൾ എൻ്റെ റോൾ നമ്പർ 0, 1, 2, 3, 4, 5, 6, 7, 8, 9, 0 ആണെന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ ആ റോൾ നമ്പർ ഞാൻ എന്ത് ചെയ്തു, ആ റോൾ നമ്പർ എഴുതേണ്ട ബോക്സിൽ ഓരോ ഡിജിറ്റ് വീതം എഴുതി. ഇനി 0ൻ്റെ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ സർക്കിൾ ബബിൾ ചെയ്യുന്നു. 0 എന്ന് പറയുന്നത് ഏറ്റവും ടോപ്പിലാണ്. 1 എന്ന് പറയുന്നത് അടുത്തതിൽ ബബിൾ ചെയ്യുന്നു. അടുത്ത എന്താണ് ചെയ്യുന്നത്, 2 എന്ന സർക്കിൾ ബബിൾ ചെയ്യുന്നു. ഓക്കെ, നല്ലവണ്ണം കറപ്പിക്കുക കേട്ടോ. വല്ലാതെ അമർത്തൊന്നും വേണ്ട, അത് ചിലപ്പോൾ അത് അവിടെ കീറി പോകാനൊക്കെ സാധ്യതയുണ്ട്. അടുത്തത് 4ൻ്റെ അവിടെ ബബിൾ ചെയ്യുന്നു അല്ലേ, 4 എന്ന ഡിജിറ്റിന്റെ തൊട്ട് താഴെയുള്ള സർക്കിളാണ് ബബിൾ ചെയ്യുന്നത്. ഇനി അടുത്തത് 5 എന്ന് എഴുതിയ ബോക്സിന്റെ നേരെ, അത് അവിടെ ആ സർക്കിളിൽ എന്താണുള്ളത്, 5 എന്ന സർക്കിൾ ബബിൾ ചെയ്യുക. ഓക്കെ, അങ്ങനെയാണ് നിങ്ങൾ ഓരോ സർക്കിളും ബബിൾ ചെയ്യേണ്ടത്. ഇനി 6 ആണ് അടുത്ത ഡിജിറ്റ്, അത് 6 ഡിജിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സർക്കിൾ എന്ത് ചെയ്യണം, ബബിൾ ചെയ്യണം. അടുത്തത് 7 എന്നുള്ള സർക്കിളാണ് നമ്മൾ ബബിൾ ചെയ്യാൻ പോകുന്നത്. നോക്കൂ, 7 എന്ന സർക്കിൾ നമ്മൾ ബബിൾ ചെയ്യുന്നു. ഓക്കെ, ഇനി അടുത്തത് ഏതാണ്, അടുത്ത ഡിജിറ്റ് ഏതാണ്, 8 ആണ്. അതുകൊണ്ട് നമ്മൾ 8 എന്നുള്ള ആ സർക്കിൾ ബബിൾ ചെയ്യാൻ പോവുകയാണ്. ഇനി അടുത്തത് 9 എന്നുള്ള സർക്കിളാണ് ബബിൾ ചെയ്യുന്നത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, 9 ഏറ്റവും താഴെ ഉള്ള ബബിൾ സർക്കിളാണ്. അതുപോലെ 0 എന്ന് പറയുന്നത് ഏറ്റവും മുകളിലുള്ള സർക്കിളാണ്. കണ്ടോ, 0 നമ്മൾ ഏറ്റവും മുകളിലുള്ള സർക്കിളാണ് ബബിൾ ചെയ്തത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നോക്കൂ, താഴേക്ക് നോക്കൂ, സിഗ്നേച്ചർ ഓഫ് ദി കാൻഡിഡേറ്റ്. അവിടെ നമ്മൾ എന്ത് ചെയ്യുക, സൈൻ ചെയ്യുക. അവിടെ വിദ്യാർത്ഥികളാണ് സൈൻ ചെയ്യേണ്ടത്. അടുത്ത് നോക്കൂ, സീൽ ഓഫ് ദി സെന്റർ സൂപ്രണ്ട്. അതൊന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല, അതൊക്കെ അധ്യാപകർക്കുള്ളതാണ്. സിഗ്നേച്ചർ ഓഫ് ദി ഇൻവിജിലേറ്റർ, അവിടെ നമ്മൾ ഇൻവിജിലേറ്റർ ആയിട്ടുള്ള അധ്യാപകരാണ് ഒപ്പിടേണ്ടത്. ഇനി അടുത്ത ഓരോ ഉത്തരവും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഓരോ ഉത്തരത്തിലും 4 ഓപ്ഷനാണ് ഉണ്ടാവുക. ആ 4 ഓപ്ഷനിൽ ഏറ്റവും അനുയോജ്യമായ ഓപ്ഷൻ എന്ത് ചെയ്യുക, ബബിൾ ചെയ്യുക. ഒറ്റ സർക്കിൾ മാത്രമേ ബബിൾ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ഒറ്റ സർക്കിൾ മാത്രമേ ബബിൾ ചെയ്യാൻ പാടുള്ളൂ. 2 ഒരിക്കലും ബബിൾ ചെയ്യരുത്. 2ൽ കൂടുതൽ നിങ്ങൾ ബബിൾ ചെയ്യരുത്. ഒരു ഉത്തരം മാത്രമേ ബബിൾ ചെയ്യാൻ പാടുള്ളൂ. പിന്നെ വേറൊരു കാര്യങ്ങൾ എന്താണ്, എല്ലാ ചോദ്യത്തിനും നിങ്ങൾ എന്ത് എഴുതണം, ഉത്തരം എഴുതണം. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് കാര്യമായിട്ട് ശ്രദ്ധിക്കാനുള്ളത്. അപ്പൊ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതിയതിനു ശേഷം നമുക്കൊരു കാര്യം കൂടി ചെയ്യാനുണ്ട്. നോക്കൂ, നിങ്ങൾക്ക് കിട്ടിയ ആ OMR മുകളിൽ ചെറിയ മടക്കാനുള്ള ഒരു ഭാഗമുണ്ട്. അവിടെ ഒന്ന് മടക്കി ഒന്ന് അമർത്തി വരയ്ക്കുക, കൈ കൊണ്ടൊന്ന് ഒന്ന് അമർത്തുക കേട്ടോ. എന്നിട്ട് അമർത്തിയിട്ട് അതിൽ കൂടെ ഒന്ന് കീറാനുണ്ട്.
അത് പ്രത്യേകം ശ്രദ്ധിച്ച് കീറുക. നിങ്ങൾക്ക് അറിയുന്നില്ലെങ്കിൽ, നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇൻവിജിലേറ്ററോട് ആവശ്യപ്പെടുക. എന്നിട്ട് ഇങ്ങനെ ആ അവിടെ ഒരു ഡോട്ടഡ് ലൈൻസ് ഉണ്ടാവും, ആ ഡോട്ടഡ് ലൈൻസിൻ്റെ അത് കൂടെ അങ്ങോട്ട് കീറിയെടുക്കുക. വളരെ എളുപ്പമാണ് കീറാൻ, ബുദ്ധിമുട്ടൊന്നുമില്ല. അവിടെ ചെറിയ ഹോൾസ് ആദ്യം തന്നെ ഓൾറെഡി ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, പ്രത്യേകം ശ്രദ്ധിച്ച് മാത്രമേ ഇത് എന്ത് ചെയ്യാൻ പാടുള്ളൂ, അത് കീറാൻ പാടുള്ളൂ. OMR-നൊന്നും പറ്റരുത്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ കീറുന്നത്? ഈ OMR-ന്റെ പുറകിലായിട്ട് എന്തുണ്ടായിരിക്കും, ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള ഒരു OMR ഉണ്ടായിരിക്കും. അതിൽ കാർബൺ കോപ്പി വെച്ചിട്ടാണ് നിങ്ങൾ അതിൽ എഴുതുന്നത് കണ്ടോ. അതിൽ നിങ്ങൾ ബബിൾ ചെയ്തതൊക്കെ അതിലും എന്ത് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ കോപ്പി പതിഞ്ഞിട്ടുണ്ടാവും. ആ OMR ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ് കോപ്പിയാണ്. ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള OMR എന്ന് പറയുന്നത് നിങ്ങളെ കാൻഡിഡേറ്റ് കോപ്പിയാണ്. അത് നിങ്ങൾക്ക് വീട്ടിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ ആൻസർ കീ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അതിലെ ഓപ്ഷൻസ് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും അല്ലേ. അപ്പോൾ 40 മാർക്കിലൊക്കെ കൂടുതൽ കിട്ടിയാൽ നിങ്ങൾക്ക് NMMS കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. പിന്നെ റാങ്ക് കൂടി നോക്കണം. എല്ലാവരുടെ മാർക്ക് നോക്കിയിട്ട് റാങ്ക് അടിസ്ഥാനത്തിലാണ് കിട്ടുക. എല്ലാവർക്കും വിജയാശംസകൾ. ഇനി നോക്കുക, ഇവിടെ നിങ്ങൾ കണ്ടാൽ മനസ്സിലാകും 1 മുതൽ 90 വരെ ചോദ്യങ്ങളാണുള്ളത് അല്ലേ. 90 ക്വസ്റ്റ്യൻ ആണുള്ളത്. ഓരോ ചോദ്യത്തിനും 1 മാർക്ക് വീതമാണുള്ളത്. അപ്പോൾ 5 കോളമായിട്ടാണ് ചോദ്യങ്ങളുള്ളത്. ഒന്നാമത്തെ കോളത്തിൽ 18 ചോദ്യം, രണ്ടാമത്തെ കോളത്തിലും 18 ചോദ്യമാണ്, മൂന്നാമത്തെ കോളത്തിലും 18 ചോദ്യമാണ്, അങ്ങനെ നാലാമത്തിലും 18 ചോദ്യം, അഞ്ചാമത്തെ കോളത്തിലും 18 ചോദ്യമാണ് ഉള്ളത്. അപ്പോൾ അങ്ങനെ 5 കോളത്തിലായിട്ട് 90 ചോദ്യങ്ങളാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാനൊരു എളുപ്പ പണി പറഞ്ഞുതരാം. അതായത് നിങ്ങൾ ബബിൾ ചെയ്യുന്ന സമയത്ത് ഓരോ ചോദ്യവും നിങ്ങൾ വായിച്ച് നോക്കുന്നു അല്ലേ. വായിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റിൽ നിങ്ങൾ അവിടെ ടിക്കിടും, ശരിയല്ലേ. നിങ്ങളവിടെ സാധാരണ രീതിയിൽ എന്ത് ചെയ്യാറുണ്ട്, നിങ്ങൾക്ക് ഏതാണോ ഉത്തരം, ഏറ്റവും അനുയോജ്യമായ ഉത്തരം ഏതാണോ, ഓരോ ചോദ്യം വായിച്ചതിന് ശേഷവും ആ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം നിങ്ങളവിടെ ടിക്ക് ചെയ്യാറുണ്ട് അല്ലേ. ക്വസ്റ്റ്യൻ പേപ്പറിൽ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ബുക്കിലായിട്ട് നിങ്ങൾ ടിക്ക് ചെയ്യും. അങ്ങനെ ഒരു 18 എണ്ണം ആദ്യം ടിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ OMR തൊടാനേ പോണ്ട. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, ആദ്യത്തെ 18 എണ്ണത്തിന് 18 ക്വസ്റ്റ്യനുകൾ വായിച്ച് നോക്കിയിട്ട് അതിന് ശരി ഉത്തരം അടയാളപ്പെടുത്തുക. അതായത് ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റിൽ നിങ്ങൾ ടിക്കിട്ട് വയ്ക്കുക. ഓരോ ഓപ്ഷന് നേരെയും ടിക്കിട്ട് വയ്ക്കുക. അപ്പോൾ 18 എണ്ണം പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നീട് OMR എടുത്ത് ആ OMR-ൽ കറക്റ്റായി നോക്കിയിട്ട് ബബിൾ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ മാറാൻ പാടില്ല. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഏതാണോ നിങ്ങൾ ഉത്തരം അടയാളപ്പെടുത്തിയത് ആ ഉത്തരം തന്നെ ഇവിടെ ബബിൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ OMR ഷീറ്റ് വല്ലാതെ കൈകൊണ്ട് തൊടേണ്ട ഒരവസ്ഥ വരുന്നില്ല. അതായത് വല്ലാതെ കൈകൊണ്ട് തൊട്ട് കഴിഞ്ഞാൽ ആ OMR ഷീറ്റിൽ ചെളിയാവുന്നതിനും അതുപോലെ ഇത് ചെറുതായിട്ടൊക്കെ കീറിപ്പോവാനൊക്കെ സാധ്യതകളുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് 18 ചോദ്യം ആദ്യം നോക്കുക. 18 ചോദ്യത്തിന് ക്വസ്റ്റ്യൻ ബുക്കിലേറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക. ഓരോ ഓപ്ഷനും മാർക്ക് ചെയ്ത് വയ്ക്കുക. ഏതാണോ ശരിയായ ഓപ്ഷൻ അത് മാർക്ക് ചെയ്തിട്ട് ആ 18 ചോദ്യം നോക്കിക്കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, OMR ഷീറ്റ് എടുത്തിട്ട് ആ 18 ചോദ്യങ്ങൾക്കും ഒരുമിച്ച് ബബിൾ ചെയ്യുക. പിന്നീട് എന്ത് ചെയ്യുക, 19 മുതൽ 36 വരെയുള്ള ചോദ്യം ആ ക്വസ്റ്റ്യൻ ബുക്കിലേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഉത്തരം കണ്ടെത്തുക. അതിന് ടിക്കിടുക, ചെറുതായിട്ട് ടിക്കിടുക. എന്നിട്ട് അതെന്ത് ചെയ്യുക, 36 എണ്ണം കംപ്ലീറ്റ് ആവുന്ന സമയത്ത് വീണ്ടും OMR-ലേക്ക് മാറ്റി എഴുതുക. അപ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. അങ്ങനെ 90 വരെ ചോദ്യങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാം. ഇനി അങ്ങനെയല്ല, നിങ്ങൾ എന്താണ് ഓരോ ചോദ്യം നോക്കിയിട്ട് അത് അപ്പം തന്നെ ബബിൾ ചെയ്യുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല. ഞാൻ ഉദ്ദേശിച്ചത് എന്താണ്, അത് എപ്പോഴും OMR ഇങ്ങനെ കൈകൊണ്ട് പിടിക്കേണ്ട എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് എഴുതാം. വളരെ ശാന്തമായിട്ട്, വളരെ സമാധാനത്തോട് കൂടിയിട്ട്, വളരെ സന്തോഷത്തോട് കൂടിയിട്ട് പരീക്ഷ എഴുതിയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് കിട്ടും, ഈ NMMS എന്നുള്ള ഈ കടമ്പ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും. നിങ്ങളുടെ ഭാവി ജീവിതത്തിൽ വളരെ നന്നായിട്ട് പഠിക്കുവാനും അതുപോലെ എല്ലാ പരീക്ഷകളും വിജയിക്കാനും ജീവിതത്തിൽ എല്ലാവിധ സന്തോഷങ്ങളും സമാധാനവും ഐശ്വര്യവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നാളെ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് ഒരിക്കൽ കൂടി വിജയാശംസകൾ നേരുന്നു. ഒരു കാര്യം കൂടി, അതായത് നിങ്ങളുടെ റോൾ നമ്പർ എഴുതുമ്പോഴോ അല്ലെങ്കിൽ ആൽഫ കോഡ് ബബിൾ ചെയ്യുമ്പോഴോ എന്തെങ്കിലും തെറ്റ് പറ്റുകയാണെങ്കിൽ, OMR ഷീറ്റിൽ എന്തെങ്കിലും അബദ്ധവശാൽ തെറ്റ് പറ്റുകയാണെങ്കിൽ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട. നിങ്ങളുടെ ഇൻവിജിലേറ്ററോട് ഈ കാര്യം പറയുക. അപ്പോൾ ഇൻവിജിലേറ്റർ ആ OMR ഷീറ്റ് നിങ്ങൾക്ക് മാറ്റി തരുന്നതാണ്. അപ്പോൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട. നിങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി പഠിച്ച് പരീക്ഷയ്ക്ക് പോവുക. ഓക്കെ, എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി വിജയാശംസകൾ നേരുന്നു.